പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 14 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറഞ്ഞിട്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവെ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത രക്തത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളെ ശുദ്ധീകരിച്ച രക്തത്തിനായിട്ട് സ്തോത്രം. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ അടിപ്പിണരുകൾക്കായിട്ട് സ്തോത്രം. ആ അടിപ്പിണരാൽ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സഹായത്തിനായിട്ട് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങ് സ്വാഗതം ചെയ്യും. ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ, ആത്മശക്തിയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, ആരും അശ്രദ്ധരാകാതെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഓരോരുത്തരുടെ മേലും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും ആമേൻ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ. ശാരീരികമായ എല്ലാ ബലഹീനതകളും ഇപ്പോൾ മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ ഇൻഫ്ലുവൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ആമേൻ. പ്രത്യേകിച്ച് വൈറൽ പനിയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ സ്വസ്ഥത ഉണ്ടാകട്ടെ. ദിവസങ്ങളായി ആ പനിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. കുഞ്ഞുങ്ങളുടെ ഫീസിന് വേണ്ടി, സ്കൂൾ ഫീസിന് വേണ്ടിയൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ദൈവിക അത്ഭുതം കാണുവാൻ കർത്താവ് സഹായിക്കണം. ആമേൻ. അതുപോലെ കർത്താവെ, ജോലിയിൽ വിഷയങ്ങൾ നേരിടുന്നവർ കർത്താവെ അങ്ങ് അവരെ വിടുവിക്കണമേ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണാൻ കർത്താവ് അവർക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉദരഫലം ഞങ്ങൾ അവകാശമായി ചോദിക്കുന്നു. മക്കളെ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം യഹോവ നൽകുന്ന പ്രതിഫലം യേശുവിൻ്റെ നാമത്തിൽ തലമുറ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. 10th and 12th ഗ്രേഡേഴ്സിനെ അനുഗ്രഹിക്കുന്നു. ഉയരത്തിലെ ജ്ഞാനത്താൽ കർത്താവ് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ശുശ്രൂഷയിൽ കർത്താവ് കൂടെ ഇരിക്കുകയും ചെയ്യണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ചലിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. 2026 ഈ ഫെബ്രുവരി മാസം 14 ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഇത് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മളെല്ലാം ചിന്തിക്കും സാമ്പത്തികമായ കാര്യങ്ങളാണ്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു കൊടുക്കുന്നോ അതിനാനുപാതികമായിട്ടാണ് ആ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം നമ്മളൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൻ അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറഞ്ഞ്, സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അവൻ ലോഭമായി കൊടുക്കുന്നവർ ലോഭമായി വിതയ്ക്കും, ധാരാളമായി കൊടുക്കുന്നവർ ധാരാളമായി വിതയ്ക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സന്തോഷത്തോടെ കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതെന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ സന്തോഷത്തോടെ കൊടുത്താൽ അതിനെ കൊടുത്ത പോലെയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. ആമേൻ. അതിനെ
അതിനധികമായി നമ്മുടെ കയ്യിലേക്ക് കർത്താവ് മടക്കി തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കൊടുക്കുന്നത് ഒരനുഗ്രഹമാണ്. കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ ആകർഷിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കൊടുക്കുന്നത് ഒരനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരനുഗ്രഹമാണ്. അത് മാത്രമല്ല, കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അനുഗ്രഹത്തെ ആകർഷിക്കുക ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, കൊടുക്കുന്നവരായിരിക്കുക. സമ്പത്ത് മാത്രമല്ല, പൈസ കൊടുക്കണം. ആമേൻ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായിക്കണം. ദൈവസഭയുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായിക്കണം. ആമേൻ. അത് നല്ല കാര്യം. അതുപോലെ തന്നെ നമ്മുടെ സമയം കർത്താവിന് വേണ്ടി കൊടുക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. ആമേൻ. നമ്മുടെ റിസോഴ്സുകളെ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. ആമേൻ. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മളൊരു ആശ്വാസ വാക്ക് പറയുന്നത് അതൊരു കൊടുക്കുന്നതിന് തുല്യമാണ്. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നന്മയായി മാറും. അതുപോലെ മറ്റുള്ളവർക്ക് നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് ബലപ്പെടുത്തുന്നത് അതും നമ്മൾ ചിലത് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു, അവൻ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുന്നത് ഒരനുഗ്രഹമാണ്. കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് നമ്മളെ പരിശുദ്ധാത്മാവ് തരണം. ആ മനസ്സ് പരിശുദ്ധാത്മാവ് തരുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. ആമേൻ. ഈ അന്ത്യകാലത്ത് പ്രിയപ്പെട്ടവരുടെ ലോകത്തിൽ പലതും ക്ഷാമം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്തായിരിക്കണം? കൊടുക്കുന്നവരായിരിക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് തിരിച്ച് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി മാറുക. പൈസ മാത്രം കൊടുക്കുകയല്ല, നിങ്ങളുടെ സമയം കൊടുക്കാൻ പഠിക്കണം. ആമേൻ. നിങ്ങളുടെ റിസോഴ്സുകൾ കൊടുക്കാൻ, നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൊടുക്കണം. മറ്റുള്ളവർക്ക് ആശ്വാസവചനം പറഞ്ഞു കൊടുക്കണം. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ പോയി അവരെ കാണുന്നത് ഒരു നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ സമയം കൊടുക്കുന്നു, നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾക്കുള്ള സമയത്തിനകത്തുനിന്ന് അവരുടെ കൂടെ പോയി നിൽക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ 1000 മടങ്ങായി കൊയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തിരുവഴുത്തി പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന അളവിലല്ല നിങ്ങൾ കിട്ടുന്നത്. അതാണ് ഈ കൊടുക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം. കൊടുക്കുന്ന അളവിലല്ല നമുക്ക് കിട്ടുന്നത്, എന്നാൽ അമർത്തി കുലിക്ക് നല്ല ഒരു അളവെന്നാണ് പറയും. അതായത് കൊടുക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് മടക്കി തരുന്നത്. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക. ഈ 2026 ഫെബ്രുവരി മാസത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ഗീവറായിരിക്കും, കൊടുക്കുന്നവനായിരിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് കിട്ടണം. എനിക്ക് വേണ്ടി അവർ സഹായിക്കണം, എന്നെ അവർ ആശ്വസിപ്പിക്കണം, എനിക്ക് വേണ്ടി അവർ വരണം, എനിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം, ഞാൻ അത് മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനം അതിന് മുഖാന്തരമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമായെങ്കിൽ മറ്റു ചിലർ കൂടെ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. തിരുവഴുത്തിൽ ഇങ്ങോട്ട് നോക്കിയേ, കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പിതാവ് തൻ്റെ പുത്രനായ, തൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റായ യേശു ക്രിസ്തുവിനെ നമുക്കായിട്ട് തന്ന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി, നമ്മളോടുള്ള നമ്മളോടുള്ള ആ സ്നേഹത്തിലാണ് പുത്രനെ തന്നത്. അപ്പോൾ പിതാവ് ഏറ്റവും ബെസ്റ്റായത് നമുക്ക് തന്നു. നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, കർത്താവിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. ആമേൻ. നമ്മൾ ഈ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കാശ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മറ്റു പലതും നമുക്ക് കൊടുക്കാൻ കഴിയും. എല്ലാ നന്മകളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. കർത്താവ് നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. Amen. Amen. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.